പ്രിയമുള്ളവരെ, അർദ്ധരാത്രിയിൽ ലഭിച്ച സ്വാതന്ത്ര്യം നാം സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെപ്പറ്റി തന്നെയാണ്. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുകൊണ്ടിരിക്കുന്നത്. 20,000 കോടി രൂപ മുടക്കി പണിഞ്ഞ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ, പുതിയ പാർലമെൻറ്റിൽ, പഴയ പാർലമെൻറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു, ചെറിയ കുഴപ്പമില്ലായിരുന്നു, എല്ലാം തൻ്റേതാക്കി മാറ്റാനും തൻ്റെ സൃഷ്ടിയാണെന്ന് വരുത്താനുമുള്ള ചിലരുടെ സ്വാർത്ഥ താല്പര്യത്തിന് പുറത്ത് 20,000-ലധികം കോടി രൂപ മുടക്കി, 1-2 രൂപയല്ല, 20,000-ലധികം കോടി രൂപ മുടക്കി പട്ടിണി പാവങ്ങൾ ഇന്നും നിലനിൽക്കുന്ന, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടിയും വസ്ത്രത്തിനു വേണ്ടിയും കേഴുന്ന ആയിരങ്ങൾ 10,000 ചേരികളിൽ കിടക്കുമ്പോഴും ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം പുതുതായി പണിഞ്ഞിട്ട് പോലും, അവിടുത്തെ ശീതീകരിച്ച മുറിയിൽ ആണെങ്കിൽ പോലും അവിടേക്ക് കടന്നു വരാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സമയം കിട്ടിയില്ല എന്നുള്ള ഒരു ദുഃഖസത്യം ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഈ ദിവസത്തെ വരവേൽക്കാൻ. ഈ ദിവസവും രാഹുൽ ഗാന്ധിയും ആയിട്ട് എന്താണ് ബന്ധം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും, ഉണ്ട്, ആ ബന്ധത്തിലേക്കാണ് വരുന്നത്. ഈ പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തമസ്കരിക്കാൻ ആഗ്രഹിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. അദ്ദേഹത്തെ അപമാനിക്കാവുന്നതിനെ മാക്സിമം അപമാനിച്ച് പെണ്ണുപിടിയൻ വരെയാക്കി എന്നുള്ളതാണ് സത്യം. അതേ ചാപ്പ് കുത്തിക്കൊടുക്കുവാനാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രധാനമന്ത്രി ലോകം മൊത്തം ഉറങ്ങിക്കഴിയുമ്പോൾ ഒന്ന് നമ്മുടെ കുട്ടികളെ ഫ്രണ്ട്സ് എന്ന് വിളിക്കുമ്പോൾ, ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നതിനേക്കാൾ മക്കളെ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കേട്ടേനെ. മക്കളെ എന്ന് വിളിക്കാനുള്ള പ്രായം അദ്ദേഹത്തിനുണ്ടല്ലോ. ഇവിടുത്തെ ഓരോ വ്യക്തി, ഓരോ കുട്ടികളെയും, അന്ന് സമരം ചെയ്ത, ജന്തർ മന്ദിറിൽ സമരം ചെയ്ത ഓരോ കുട്ടിയെയും ഇവിടെ അപ്പൂപ്പനാവാൻ പ്രായമുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അങ്ങനെയുള്ള പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിലെത്തി പാർലമെന്റിൽ സംസാരിക്കാനോ പാർലമെന്റ് അംഗങ്ങൾക്ക് പറയാനെന്ന് കേൾക്കാനോ തയ്യാറായിട്ടില്ല. ഇവിടെയാണ് ബഹുമാന്യനായ അടൽ ബിഹാരി വാജ്പേയിയുടെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിന് എന്നും പ്രയോജനപ്രദമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എപ്പോഴും അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന, എന്തും ചെയ്യാൻ പറ്റുന്ന, ഏത് രീതിയിലും ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, എത്ര വലിയ ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലുണ്ടായിരുന്ന ഇന്ത്യൻ ഭരണഘടനയെ കോൺഗ്രസ് എന്ന പാർട്ടിക്കോ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന രീതിയിലോ മാറ്റി എഴുതാൻ സാധിക്കുന്ന മൃഗീയ ഭൂരിപക്ഷത്തോടെ ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പോലും ഇന്ത്യൻ പാർലമെന്റിനെ ബഹുമാനപൂർവ്വം ഒരു സരസ്വതി ക്ഷേത്രം എന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ പ്രസംഗിക്കുന്ന ഓരോ എംപിമാരുടെയും സംഭാഷണം കേൾക്കുവാനും അവരെ കേൾക്കുവാനും അദ്ദേഹം തയ്യാറായിരുന്നു മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിനെതിരെ കാർട്ടൂൺ വരയ്ക്കുന്നവരെ എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് എൻ്റെ കാർട്ടൂൺ വരച്ചില്ല എന്ന് ചോദിക്കുന്ന മനുഷ്യനായിരുന്നു ശ്രീ ജവഹർലാൽ നെഹ്റു എന്ന് സൂചിപ്പിക്കണം. അദ്ദേഹത്തെ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ആക്ഷേപിക്കുന്നത് നോക്കണം. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഒരു രീതി നിങ്ങൾക്കറിയാം. വിക്രം സാരാഭായിയുടെ ഭാര്യ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മൃണാളിനി സാരാഭായിയുടെ ഭാര്യ, അവർ കഥകളി അവതരിപ്പിച്ചപ്പോൾ ആ കഥകളി ഇഷ്ടപ്പെട്ടിട്ട് ഒരു സഹോദരനോടുള്ള സഹോദര സ്നേഹത്തോടു കൂടി, വളരെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്നേഹത്തോടുകൂടി അവരെ ചേർത്ത് പിടിച്ചപ്പോൾ അദ്ദേഹത്തെ അവരുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഇക്കിളിക്കഥ പറഞ്ഞു വരുത്തുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ട്. അദ്ദേഹം നാടകത്തിൽ അഭിനയിച്ച സമയത്ത് ഷേവ് ചെയ്യുന്നൊരു സീൻ കണ്ടിട്ട് അദ്ദേഹം ഷേവ് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഷേവ് ചെയ്ത് കൊടുക്കുന്നത് തെറ്റാണെന്നൊന്നല്ല ഞാൻ പറയാം, അവരെ ആക്ഷേപിച്ചല്ല. അതുപോലെ ഓരോന്നും, ജവഹർലാൽ നെഹ്റു ഒരാളിനെ ആലിംഗനം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും കൊണ്ടാണ്, അല്ലാതെ കപട രാജ്യസ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്തല്ല എന്ന് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുമകനായ ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഈ സർക്കാരിനോട് ചെയ്ത കുറ്റം എന്താണ്? അദ്ദേഹം ഈ സർക്കാരിനോട് ചെയ്ത, ഈ പ്രധാനമന്ത്രിയോട് ചെയ്ത കുറ്റം എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രിയെക്കാളും ഇന്ന് പാർലമെന്റിലിരിക്കുന്നവർ പലരോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള, വിദേശ രാജ്യത്ത് പഠിച്ച് വിദേശ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും ഗസ്റ്റിൽ പല വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തുന്ന, ഏത് വിഷയത്തെപ്പറ്റിയും സംസാരിക്കാൻ കഴിയുന്ന, കൃത്യമായി പത്രക്കാരോടും കുട്ടികളോടും സാമൂഹികമായ വിഷയങ്ങളെപ്പറ്റി അവരുമായിട്ട് സംവദിക്കാൻ കഴിയുന്ന നല്ല തലച്ചോറുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് വേണം. 56 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 56 ഇഞ്ചാണല്ലോ അദ്ദേഹത്തിൻ്റെ വലിപ്പമെങ്കിൽ 56 വയസ്സുള്ള രാഹുലിനെ അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. CJPയുടെ സമയത്ത് CJPയുടെ പേര് പറയാതെയാണ് രാഹുൽ ആ വിഷയത്തിലേക്ക് എടുത്തിയാടിയത്. ആ രാഹുലിൻ്റെ പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിലെ പ്രതിഷേധം CJP സമരം തീർക്കാൻ കേന്ദ്രത്തെ മുട്ടുകുത്തിക്കാനും സാധിച്ചു എന്നുള്ളത് മറ്റു സത്യമാണ്. പരോക്ഷമായി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. രാഹുലിനെ വാഴ്ത്തുകയല്ല. അതിനുശേഷം രാഹുൽ എന്താണ് ചെയ്തത്? ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി വരാതിരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശ നയം വളരെയേറെ പ്രീണിപ്പിക്കപ്പെട്ടതാണെന്നും അത് ആലിംഗനം മാത്രമാണ്, ഒരു ആലിംഗനത്തിനപ്പുറം മറ്റൊന്നുമില്ല, കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി
സദസ്സിലുള്ള ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരാളിനെ ചേർത്ത് പറഞ്ഞു ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി വിദേശ നയം. അതല്ലേ കറക്റ്റ്? അയാളെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പ്രധാനമന്ത്രി വിദേശ നയം 1.5 മണിക്കൂർ നീട്ടി സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് സദസ്സിൽ നിന്ന് ഒരാളിനെ വിളിച്ച് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, ഇതാണ് പ്രധാനമന്ത്രി ആലിംഗനം, ഇതാണ് പ്രധാനമന്ത്രി വിദേശ നയം എന്ന് പറഞ്ഞാൽ അത് കൃത്യമല്ലേ? അതല്ലേ കറക്റ്റ്? സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് കണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മളിൽ പലരും. പക്ഷെ ടെസ്റ്റ് ട്യൂബ് കാണിച്ചു പഠിപ്പിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്? തെങ്ങ് എങ്ങനെ ഉണ്ടായതിന് പകരം തേങ്ങ കാണിക്കുന്നത് പറഞ്ഞ് തേങ്ങയിൽ നിന്നാണ് തെങ്ങുണ്ടായെന്ന് പറഞ്ഞതുപോലെ കാണിക്കുന്നതാണ് രാഹുൽ ചെയ്ത കുറ്റം. അതുപോലും കുറ്റമാണ്. രാഹുലിന് ചിരിക്കാൻ പാടില്ല, രാഹുലിന്റെ സഹോദരിയോടൊപ്പം സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടില്ല, രാഹുൽ ഉറക്കെ സംസാരിക്കാൻ പാടില്ല. എന്തോന്ന് രാജ്യമായത്? ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇനിയും ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു MLA നടന്നു വരുമ്പോൾ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഇവിടെ ജനാധിപത്യമില്ല. നമ്മളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ് പഞ്ചായത്ത് മെമ്പർ തൊട്ട് മേപ്പോട്ട് പ്രധാനമന്ത്രി വരെയുള്ളവൻ എന്ന ബോധം നമുക്കില്ലാത്തടത്തോളം കാലം നമ്മളിങ്ങനെ അടിമകളെ പോലെ നടക്കും. 5 വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു അവസരം അത് ശരിയായി വിനിയോഗിക്കാനുള്ള അവസരമോ അവകാശമോ ഇന്ന് ലഭിക്കാത്ത ജനതയാണ് നമ്മൾ പണിക്ക് ഏൽപ്പിക്കുന്ന ഏതൊരുത്തിൻ്റെയും ചെല്ലും ചെലവും കൊടുത്ത് പണിക്ക് ഏൽപ്പിക്കുന്ന ഓരോരുത്തൻ്റെയും പണി മോശമാണെങ്കിൽ അവനോട് നാളെ തൊട്ട് പണിക്ക് വരണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ജയിലിൽ കിടക്കുന്നവനെയും പെണ്ണുപിടിയനെയും ഒക്കെ പിടിച്ച് നമുക്ക് അല്ലെങ്കിൽ ക്യാപ്പ കേസിലെ പ്രതി ഉൾപ്പെടെയുള്ളവനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് അവനെ ജയിപ്പിച്ചെടുക്കുന്ന സംസ്കാരമുള്ള ഇന്ത്യ, ആ രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിയെടുത്തിരിക്കുന്നു ചിലർ. ഇതിൻ്റെ പിന്നിലുള്ള സ്വാർത്ഥ താല്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നേ പറയാനുള്ളൂ. നമ്മൾ കാലും കൈയും പൊക്കി തലപ്പാവിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ തലച്ചോറ് ശുദ്ധമായിരിക്കണം. ഈ രാജ്യത്തൊരു സ്നേഹമുണ്ടാകണം. റൈറ്റ് ടു റീകോൾ ഇല്ലാത്തിടത്തോളം കാലം റൈറ്റ് ടു റീകോൾ എന്നുണ്ടാകുന്നോ അന്ന് വരെ ഇവരൊക്കെ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതിന് പാർട്ടി വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സത്യത്തിൻ്റെ നേരെ മുഖം തിരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഓർക്കണം. അദ്ദേഹം പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന് ഓരോ ദിവസം കഴിയുന്നതോറും മനസ്സിലാക്കുന്നു. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഒരു വിദേശ രാജ്യത്തെ ഒരു പ്രധാന വ്യക്തി വരുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടി ചേരി കെട്ടിമറച്ചു കോടിക്കണക്കിന് രൂപ മുടക്കി മതിൽ കെട്ടിയ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ പാർലമെന്റിനെ പ്രധാനമന്ത്രി എന്തിന് ഇപ്പോഴും പേടിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹം പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം കൂട്ടുകയാണ്. രാജ്യസ്നേഹമാണോ? ഈ രാജ്യത്തിന്റെ സമ്പത്ത് ഓരോ MPക്കും 2, 3, 4, 5 ലക്ഷം രൂപ എല്ലാ മാസം മുടക്കത്തക്ക രീതിയിൽ MPമാരുടെ എണ്ണം കൂട്ടി പാർട്ടിക്ക് MPയൊക്കെ ഉണ്ടാക്കാനല്ല സ്ഥിരമായി തനിക്ക് ഭരിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരു മന്ത്രി പറയുന്നു പാർലമെന്റിൽ അങ്ങനെ പെല്ലറ്റ് ഉപയോഗിച്ചിട്ടില്ല, എയർ ഗൺ ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, കുട്ടികളെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്ത ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പാർലമെന്റിൽ വരുമ്പോൾ അതിനെ തിരുത്തി പറയാൻ പറ്റാത്ത ഗതികേടി രാജ്യത്തുണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയാണ് രാഹുലിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഹുൽ ആരെയും കെട്ടിപ്പിടിക്കുന്നതിന് എന്താ കുഴപ്പം? അയാൾക്കിഷ്ടമുള്ള ആളിനെ അവർക്ക് വിരോധമില്ലെങ്കിൽ കെട്ടിപ്പിടിക്കാമെന്നുള്ളതാണല്ലോ നമുക്ക് തോന്നുന്നത്. ഇത് തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ വിദേശ നയമെന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ വിമർശനം. അതുപോലെയാണ് രാഹുലായാലും ജവഹർലാൽ നെഹ്റു ആയാലും ഗാന്ധിജി ആയാലും അവരെയൊക്കെ സ്ത്രീ വിരുദ്ധമായ സമീപനത്തിൻ്റെ ഉടമകളായിരുന്നു കാണിക്കാൻ വേണ്ടി അവരെ കടന്നുപോയ പല പടങ്ങളും എടുത്തിട്ട് ഓരോരുത്തരും ഇങ്ങനെ ചവർണം ചുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ ചവച്ച് തുപ്പുന്നതുണ്ടല്ലോ ഇന്ത്യയുടെ കരളാണെന്ന് ഓർക്കണം. ഇവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നിങ്ങളൊക്കെ ഇന്ത്യയിൽ ഭരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിജിയും ഒക്കെ ഗോപാലകൃഷ്ണ ഗോഖലെയും പോലുള്ള പ്രഗത്ഭരായ ആൾക്കാർ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഇങ്ങനെ ഭരിക്കുന്നത് മനസ്സിലാക്കണം. ഇന്ത്യൻ ജനത നൽകുന്ന ഔദാര്യമാണ് ഇവിടുത്തെ ഓരോ ഭരണാധികാരിയുടെയും ഇന്നത്തെ ഉയർച്ച എന്നുകൂടി മനസ്സിലാക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ, നിങ്ങൾ ശ്വാസം വിടുന്ന ശ്വാസമൊരിക്കുന്ന മുറി വരെ ഇന്ത്യൻ ജനതയുടെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ. വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു ചെറുപ്പക്കാരനെ പപ്പു എന്ന് വിളിച്ച് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവൻ വീണ്ടും വീണ്ടും കരുത്താർജിച്ച് മുമ്പോട്ട് വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അവൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ വിറയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിറയാർന്ന നിങ്ങളുടെ ചുണ്ടുകൾ ഇന്ത്യൻ പാർലമെന്റിൽ എന്ന് ശബ്ദപരമായി ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുവോ അന്ന് മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം പൂർണ്ണമാകൂ എന്നാണ് ഭരിക്കുന്നവരോട് പറയാനുള്ളത്. നമ്മുടെ വിദേശ നയം എന്തായിരുന്നെന്നും ചേരിചേരാ നയം എന്തായിരുന്നെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് തനിക്ക് മുമ്പുണ്ടായിരുന്ന മുഴുവൻ കാപട്യത്തിൻ്റെ മുഖമാണെന്നും അവരൊന്നും ശരിയല്ലെന്നും ഒക്കെ പറഞ്ഞു വരുമ്പോഴാണ് വെബ്സ്റ്റൺ ഫയലിൻ്റെ കാര്യം ലോക ജനത നമ്മുടെ പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുന്നത്. ആ 16-ാം നമ്പരും വെബ്സ്റ്റൺ ഫയലുമാണ്
രാഹുലിനെ കാണുമ്പോൾ മോദിജിക്കുള്ള അലർജിക്ക് കാരണമെന്ന് ഒരുപക്ഷെ ഇന്ത്യൻ ജനതയിൽ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയരുത്. ഇനിയും ഒരു സ്വാതന്ത്ര്യദിനം ഉണ്ടാകുമ്പോൾ ആ സ്വാതന്ത്ര്യദിനത്തിലെങ്കിലും ഇന്ത്യൻ ജനതയ്ക്ക് സംശുദ്ധമായ വായു ശ്വസിക്കാൻ അവസരമുണ്ടാകുന്ന, സത്യം പറയുന്ന, സത്യം പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെ ജനിക്കട്ടെ, അവരെ ജയിപ്പിക്കട്ടെ, അവരുണ്ടാകട്ടെ. അതാകട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. നന്ദി, നമസ്കാരം.